Hello, what's up guys? This is Amir back with another video. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ചെറിയൊരു ഡിഫറൻസ് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ XM5-ലാണ്. ഞാൻ ഈ ക്യാമറ എടുത്തിട്ട് കുറച്ച് നാളായി, പക്ഷേ ഇതിലൊരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പിലുള്ള ഒരു പ്രൊഫഷണൽ വീഡിയോ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഓൾവേസ് നമ്മളെന്താ പറയുക, ചെറിയ ചെറിയ BTS കാര്യങ്ങളൊക്കെ എടുക്കും. അതല്ലാതെ ഇങ്ങനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്കിന്ന് ഇതിൽ 6.2 ഓപ്പൺ ഗേറ്റിൻ്റെ 3/2 ഓപ്പൺ ഗേറ്റിൻ്റെ ഒരു കേപ്പബിലിറ്റി ചെക്ക് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഈ ഒരു ക്യാമറയിൽ എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്നത് സ്റ്റുഡിയോയിലല്ല. ഒരുപാട് ഫാൻസി ലൈറ്റുകളും ഇല്ല, കാരണം ഞാനിന്ന് എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി വീഡിയോ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് കുറച്ച് വീഡിയോസ് ചെയ്യും, കുറച്ച് വീഡിയോസ് ഓഫീസിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ചും കൂടെ വ്ളോഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ആയിക്കോട്ടെ, ഏത് ക്രിയേറ്റേഴ്സ് എല്ലാ സ്ഥലത്തും എപ്പോഴും നടക്കുന്നൊരു സംഭവമാണ് ഏത് ക്യാമറ വാങ്ങണം. നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്പ് ആൻഡ് കമ്മിങ് ആയിട്ട് വരുന്ന ഒരു പുതിയ ഫോട്ടോഗ്രാഫറോ ആയിക്കോട്ടെ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും നല്ല ക്യാമറ ഏതാണ്, അതല്ല നേരെ മറിച്ച് ഫാഷൻ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും നല്ല ക്യാമറ ഏതാണ്, കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്യാമറ ഏതാണ്. ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ക്യാനണിൽ വർക്ക് ചെയ്ത് അല്ലെ ക്യാനൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇത്രയും നാൾ ഉപയോഗിച്ച ആൾക്കാർ വരും ക്യാനണാണ് ഏറ്റവും നല്ലതെന്ന് പറയും. സോണി ഉപയോഗിക്കുന്ന ആൾക്കാർ പറയും സോണിയാണ് നല്ലതെന്ന് പറയും. ഫ്യൂജി ഫിലിം ഉപയോഗിക്കുന്ന ആൾക്കാർ പറയും അവരാണ് ഏറ്റവും നല്ലതെന്ന് പറയും. എല്ലാ ക്യാമറകളും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും പറയും അവരുടെ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ബ്രാൻഡുകളാണ് ഏറ്റവും നല്ലതെന്ന് പറയും. പക്ഷേ ഒബ്വിയസ്ലി നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, നമ്മൾ എല്ലാ ക്യാമറകളും പറ്റി പഠിച്ചിരിക്കേണ്ട ആൾക്കാരാണ്. ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ക്യാമറയുടെ ബ്രാൻഡിനെ വെച്ചിട്ട് നിങ്ങൾ അവരെ വിലയിരുത്താതിരിക്കുക. കാരണം അങ്ങനെ വിലയിരുത്തിയാൽ തന്നെ ആ വിലയിരുത്തുന്നവരുടെയും ഫോട്ടോഗ്രാഫറിൻ്റെയും ആ ഒരു നിലവാരം അവിടെ പോവാണ്. ഒബ്വിയസ്ലി കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നാട്ടിൽ വെഡ്ഡിങ്ങിനൊക്കെ വിളിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ സോണി A7 IV അല്ലെങ്കിൽ സോണി ക്യാമറ A7 III ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സോണി ക്യാമറകൾ ഉപയോഗിക്കുന്നവർ മാത്രം അപ്രോച്ച് ചെയ്താൽ മതി എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാനൺ R5 മാത്രം ഉപയോഗിക്കുന്നവർ അപ്രോച്ച് ചെയ്താൽ മതി എന്നുണ്ടാവും. ലൂമിക്സോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫ്യൂജി ഫിലിമൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഫോട്ടോ എടുക്കുന്ന നല്ല അടിപൊളി കണ്ടൻറ് എടുക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇതുപോലെ ജസ്റ്റൊരു കാശിൻ്റെ പുറത്ത്, ഞാൻ എല്ലാവരെയും കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷേ കാശിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കാശ് അറേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ ജസ്റ്റ് ക്യാമറ ഉണ്ടായെന്നുള്ള നിലയ്ക്ക് ഒരുപാട് വെഡ്ഡിങ് വർക്കുകളും അല്ലാതെ ഒരുപാട് വർക്കുകളൊക്കെ എടുത്തിട്ട് കൊളായിപ്പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരിക്കലും ഒരു ക്യാമറയുടെ ബ്രാൻഡിനെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫറെയോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്ററെയും നിലവാരം നമ്മൾ എന്താ പറയുക വിലയിരുത്തരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ നമ്മൾ DSLRൻ്റെ കാലത്തൊക്കെ ശരിയാണ്, കുറച്ചൊക്കെ ക്യാനൺ കുറച്ച് നല്ല ഇതിൽ നിന്നു, നിക്കോൺ കുറച്ച് ഫേവറായിട്ട് നിന്നു, കളർ സയൻസ് കാര്യങ്ങളിലൊക്കെ. ഫ്യൂജി ഫിലിമൊന്നും അന്ന് അത്ര ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ആ സമയത്തൊക്കെ ഓക്കെ ഒബ്വിയസ്ലി ചെറിയൊരു ബാലൻസ്. കാരണം അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ബേസിസിലാണ് ക്യാമറകൾ ഇറക്കിയിരുന്നത്. കാരണം ക്യാനൺ 5D ഇറക്കിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു ക്യാമറയായിരുന്നു. 5D Mark II ഇറക്കിയ സമയത്ത് വീഡിയോക്കൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അവർ ഈവൻ ഫീച്ചർ ഫിലിംസ് വരെ ഷൂട്ട് ചെയ്ത കഥകളുണ്ട്. 5D Mark III ഇറങ്ങി പറ്റും വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിങ് ക്യാമറയായിട്ടാണ് ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ 5D Mark IV ഇറങ്ങിയതിന് പിന്നെ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു. കാരണം അതിന് കവച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നിക്കോണിൻ്റെ D5ഉം D6ഉം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടിയും ക്യാനൺ 5D Mark IV ഒക്കെ സെല്ല് ചെയ്ത് പോയ അത്രയും വേറൊരു ക്യാമറകളും ഈ A7 സീരീസ് ഇറങ്ങുന്നവരെ സോണി മിറർലെസ്സിലേക്ക് ജമ്പ് ചെയ്യുന്നവരെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫീൽഡിലേക്ക്, നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് ക്യാമറ നിങ്ങൾ ചൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും. കാരണം ഒബ്വിയസ്ലി നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു ക്യാമറ ബ്രാൻഡിനോ ചായ്വ് ഉണ്ടാവും. കാരണം സ്ഥിരമായിട്ട് നിങ്ങൾ ലെറ്റ്സ് നിങ്ങളൊരു ലൈറ്റ് ബോയോ അല്ലാന്നുണ്ടെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് പോയതാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആളാണ്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്ത സ്റ്റഡിയും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ച രീതിയും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്ത ആ ഒരു രീതിയും വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ബ്രാൻഡിനോട് നിങ്ങൾക്കൊരു ഫേവർ ഉണ്ടാവും. നിങ്ങൾ സോണി ഉപയോഗിച്ച ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ക്യാനൺ ഉപയോഗിച്ചൊരു വ്യക്തിയായിരിക്കാം. ഒബ്വിയസ്ലി നിങ്ങളൊരു ക്യാമറ എടുക്കുന്നത് ചിന്തിക്കാൻ നേരത്ത് വേറെ ഒന്നും ചിന്തിക്കാതെ അതിലേറ്റവും നല്ല ക്യാമറ നിങ്ങൾ ലോൺ എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ക്യാമറ അക്വയർ ചെയ്ത് നിങ്ങൾ ആ ഒരു ഇതിൽ പോകും. പിന്നെ നിങ്ങളും ക്യാനനാണ് നല്ലത് അല്ലെങ്കിൽ സോണിയാണ് നല്ലത്, നിങ്ങൾ ഏത് ക്യാമറ ഉപയോഗിക്കുന്നു അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു സാധനം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ പോവാണ്.
പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കിട്ടുന്നത് ഒരു പഴയ SLR ക്യാമറ ആണെങ്കിൽ കൂടി ടൂൾ ഉപയോഗിക്കാൻ അറിയണം. ഇപ്പം നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് മാനുവലി ഫോട്ടോ എടുക്കാൻ അറിയാം? നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾ ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരാൾ കൊണ്ടിട്ട് നിക്കോൺ ക്യാമറ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒബ്വിയസ്ലി അത് ഉപയോഗിക്കാൻ അറിയാം. കാരണം എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുള്ള ക്യാമറ എടുത്ത് യൂസ് ചെയ്യലുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആ കൊടുക്കുന്ന വാല്യൂവിന്, ലെറ്റ്സ് സേ നിങ്ങളൊരു സോണി യൂസറാണ്, നിങ്ങൾ ആ കൊടുക്കുന്ന വാല്യൂവിന് നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടണമെന്നുണ്ട്. കാരണം ഈ അടുത്ത് ഒരുപാട് സോണി A7 IV യൂസേഴ്സിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഷട്ടറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഏകദേശം 4-5 സോണി A7 IV ഉപയോഗിച്ച ആളാണ് ഞാൻ. സോ എൻ്റെ A7 IV ഏകദേശം 6,20,000 ഷട്ടർ കൗണ്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഷട്ടർ കംപ്ലൈൻറ്റ് വന്നത്. A7 IV ഒരു A7 III പോലെ തന്നെ റെവല്യൂഷണറി ക്യാമറയായിരുന്നു. എനിക്ക് തോന്നുന്നു 2021-22 കാലത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റയച്ച ഒരു ക്യാമറ കൂടിയാണ്. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഷിപ്മെൻറ്റിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇനി ഷട്ടർ ഇഷ്യൂസ്, ഫിസിക്കൽ ഇഷ്യൂസ് പോട്ടെ, സോണി A7 IV എന്ന് പറഞ്ഞാൽ വളരെ നല്ല ക്യാമറയാണ്. അവരുടെ ഹൈലൈറ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയാണ്, ഡൈനാമിക് റേഞ്ച് അടിപൊളിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എന്നാൽ കൂടി അത്രയും നമ്മളൊരു വാല്യൂ ആ സമയത്ത് കൊടുത്തു. അതല്ല ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ 6,000 അല്ലെങ്കിൽ 7,000 ദിർഹംസ് എന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം 1,80,000 അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ക്യാമറയ്ക്ക് ശരിക്കും അതിനനുസരിച്ചുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ? നിങ്ങളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 4K നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ക്രോപ്പാണ് APS-C മോഡിലേക്കാണ് ചേഞ്ച് ആവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K 60 എന്ന് വെച്ചാൽ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി 4K 120 ഇല്ല. പക്ഷെ നമ്മൾ 4K 60 ഷൂട്ട് ചെയ്യാൻ നേരത്തെ അതിലേക്ക് ക്രോപ്പ് ആവുകയാണ് ചെയ്യുക. അതുപോലെ 7K സെൻസർ ഓവർ സാമ്പിൾ ചെയ്തതായതുകൊണ്ട് 4K നമ്മൾ 24 FPS അല്ലെങ്കിൽ 30 FPS ഷൂട്ട് ചെയ്യുമ്പോൾ റോളിംഗ് ഷട്ടർ നന്നായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഏറ്റവും വലിയ, ഞാൻ നാട്ടിലും അല്ലാന്നെങ്കിൽ ഇവിടെ GCC കൺട്രീസിലൊക്കെ ആൾക്കാർ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് A7 IVൻ്റെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ഏകദേശം ഒരു 3 ഇയർ സ്പാനിൽ എനിക്ക് ഒരൊറ്റ തവണയാണ് അത് വളരെ നല്ല ഹോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരൊറ്റ ക്യാമറ യൂസ് ചെയ്യുന്നതിൻ്റെ പേരിൽ, അതും എൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സൊക്കെ ഹൈയിലിട്ടിട്ട് പോലും എനിക്കൊരു തവണ ഷട്ട് ഡൗൺ ആയിട്ട് ഞാൻ പിന്നെ AC-യുടെ അടിയിലൊക്കെ കൊണ്ടുപോയി വെക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ തവണയാണ് എനിക്ക് ആ ഒരു ഇഷ്യൂ ഇട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നാൽ കൂടി ഒരുപാട് ആൾക്കാർ സോണി ഫോറത്തിലും അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലും ഒക്കെ മെൻഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ സോണി A7 IVൻ്റെ ഇഷ്യൂ. സോ ഒബ്വിയസ്ലി നിങ്ങൾ അത്രയും രൂപ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വാല്യൂ നിങ്ങൾക്ക് ആ ക്യാമറയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെയുള്ള ക്യാമറകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒബ്വിയസ്ലി ഈ ക്യാമറ ബ്രാൻഡുകളൊന്നും മോശം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന 2 ലക്ഷം രൂപ സോണി A7 IV വാങ്ങാൻ, അല്ലെങ്കിൽ സോണിയുടെ ഒരു ക്യാമറ വാങ്ങാൻ കൊടുക്കുമ്പോൾ 1,50,000 രൂപയ്ക്കും 1 ലക്ഷത്തിന് താഴെ നല്ല ക്യാമറകൾ വരാൻ വേറെ ബ്രാൻഡുകളുണ്ട്. ലെറ്റ്സ് സേ നമുക്ക് ലൂമിക്സിലേക്ക് നോക്കാം. ഇപ്പോൾ ലൂമിക്സിൻ്റെ S1 R2 എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി പ്ലസ് വീഡിയോഗ്രാഫിയിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമറ റിലീസ് ചെയ്തു. ആ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8K 24-30 FPS റോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 6.2K ഷൂട്ട് ചെയ്യാൻ പറ്റും, 5K ഷൂട്ട് ചെയ്യാൻ പറ്റും, 4K ഷൂട്ട് ചെയ്യാൻ പറ്റും, ആനമോർഫിക് ഫീച്ചർ ഉണ്ട്, ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഫീച്ചറാണ്. ഫുൾ ഫ്രെയിം ക്യാമറയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റെബിലൈസേഷനുള്ള ഒരു ക്യാമറയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, വലിയ ബോഡിയാണ്, പ്രൊഫഷണൽ ക്യാമറയാണ്. ഏകദേശം 11,000 ദിർഹംസ് എന്ന് വെച്ചാൽ $3,299. നാട്ടിലെ ഏകദേശം 2,20,000 മറ്റാണ് പുറത്തുനിന്ന് വാങ്ങുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നാട്ടിലെ ആ ക്യാമറയ്ക്ക് ഏകദേശം 2,80,000 രൂപ വിലയുണ്ട്. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ സോണി FX3 അല്ലാന്നുണ്ടെങ്കിൽ സോണിയുടെ A1 Mark II ഏകദേശം സിമിലർ ഫീച്ചേഴ്സുള്ള ഈ ക്യാമറ ഇറങ്ങിയ സമയത്ത് എത്ര വില ഉണ്ടായിരുന്നു? അല്ല ഇപ്പോഴും നിങ്ങൾ നോക്കൂ, A1ൻ്റെ വില നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ, A9 Mark IIIയുടെ വില നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ. സോണിയുടെ ഒരു ക്യാമറകളും നമുക്കിതുവരെ ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് തന്നിട്ടില്ല. വളരെ ചുരുക്കം ക്യാമറകളിൽ മാത്രമാണ് നമുക്ക് 8K ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതും വളരെ കുറഞ്ഞ ബിറ്റ് റേറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതുവരെ സോണിയുടെ ഒരു ക്യാമറകളിലും നമുക്ക് റോ ഷൂട്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിട്ടില്ല. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവിന് നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പോൾ സോണീനെ മാത്രം കുറ്റം പറയുന്നു അല്ലെങ്കിൽ സോണിയുടെ മാത്രം പോരായ്മകൾ എടുത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ക്യാനണിലേക്ക് വരാം. ക്യാനണിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു കൊടുക്കുന്ന വാല്യൂ, കൊടുക്കുന്ന ക്യാഷിന് നിങ്ങൾക്ക് വാല്യൂ തിരിച്ച് കിട്ടുന്ന ഒരു ഒറ്റ ക്യാമറയാണ് എൻ്റെ അറിവിലുള്ളൂ. അത് ക്യാനൻ്റെ R6 Mark II എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. 4K 60 ചെറിയൊരു ക്രോപ്പുള്ളൂ, പക്ഷേ എന്നാൽ കൂടി 4K 60 ഷൂട്ട് ചെയ്യാം. 10 ബിറ്റ് ഉണ്ട്, പിന്നെ 180 FPS വരെ 1080p ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ 22-23 മെഗാ പിക്സൽ ക്യാമറ, മെഗാ പിക്സലുള്ള ഒരു ക്യാമറയാണ്. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും
അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ ക്യാമറയാണ്. എന്നാൽ കൂടി ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ക്യാമറയാണ് ക്യാനൻ്റെ ക്യാമറകൾ. ഇപ്പം നിലവിൽ ഇറക്കിയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് കുറച്ച് അവർ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരും അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ തന്നൊരു ക്യാമറയാണ് ക്യാനൻ്റെ ഫ്ലാഗ്ഷിപ്പ് എന്ന് ക്യാനൻ ഡിമാൻഡ് ചെയ്യുന്ന ക്യാനൻ്റെ R1 എന്ന് പറഞ്ഞ ക്യാമറ. എന്ത് ഫീച്ചേഴ്സാണ് അതിലുള്ളത്? ആ ഒരു ബോഡി R3യുടെ ബോഡി ജസ്റ്റ് സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചാണ് ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ വളരെ വളരെ നീഷ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഉപയോഗപ്പെടുന്ന ഈ വ്യൂ ഫൈൻഡറിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് മാത്രമുള്ള ഒരു ക്യാമറയാണ് R1 R3 എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഏകദേശം 5 ലക്ഷം 6 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള വാല്യൂ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാമറകൾ എടുക്കുന്നത്? ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഒരു ബ്രാൻഡിനെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. പക്ഷേ ബ്രാൻഡുകൾ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങളാണ് നമുക്ക് തരേണ്ടത്, അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമുക്ക് ശരിക്കും തരേണ്ടത്. പക്ഷെ അവരുടെ മാർക്കറ്റിനെ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളെ മാത്രം അവർ തരുന്നത് മാത്രം നമ്മൾ യൂസ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സ് തരുന്ന ബ്രാൻഡുകൾ നമ്മൾ തേടി പോകേണ്ടി വരും. ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക്, ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ ഡൈഹാർഡ് ഫാനായിട്ടുള്ള സോണി ഫാൻസിനും ഡൈഹാർഡ് ഫാനായിട്ടുള്ള ക്യാനൺ ഫാൻസിനൊന്നും ഈ വീഡിയോ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടുമെന്ന്. ഇനിയിപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പണ്ട് എല്ലാവരും മറ്റേ മീംസിലായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇങ്ങനെയുള്ള ഈ ഫണ്ണി സാധനങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന സാധനമാണ് നിക്കോണിനെ എല്ലാവരും പൊട്ടാറ്റോ ആയിട്ടാണ് ഉപമിച്ചുകൊണ്ടിരിക്കുന്നത്. അൺടിൽ അവർ Z9 അല്ലാന്നുണ്ടെങ്കിൽ Z സീരീസ് ഇറക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ, അതും Z7 അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇറക്കിയ Z6 അങ്ങനെയുള്ള ക്യാമറകളൊക്കെ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരുപാട് ഫീച്ചേഴ്സൊന്നും തരാതെ ഫ്ലോപ്പായി പോയ ക്യാമറകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന Z6 Mark III അല്ലെങ്കിൽ Z7 Mark II, ഇപ്പോൾ ഇറങ്ങിയ Z8, ഈ ക്യാമറകളൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ക്യാമറകളാണ്. നിങ്ങൾക്ക് റോ ഷൂട്ട് ചെയ്യാൻ പറ്റും, 8K ഫീച്ചേഴ്സ് ഉണ്ട്, 6K ഫീച്ചേഴ്സ് ഉണ്ട്, DCI 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക സെമി സ്റ്റാക്ഡ് ആയിട്ടുള്ള സെൻസർ, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള ക്യാമറാസാണ് നിക്കോൺ വരെ ഇറക്കുന്നത്. പിന്നെ കളർ സയൻസ് ഒബ്വിയസ്ലി നിക്കോണ് പണ്ടും ഇപ്പോഴും അവരുടെ കളർ സയൻസ് വളരെ നല്ലൊരു ലെവലിൽ പോകുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു ക്യാമറയാണ് നിക്കോൺ. ഇപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ അടുത്ത് റെഡിനെയും കൂടെ അക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇനി റെഡ് റോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ക്യാമറയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ പണ്ടത്തെ നമ്മൾ നിക്കോൺ അല്ലെങ്കിൽ പൊട്ടാറ്റോ അല്ലെങ്കിൽ അവർ നിക്കോൺ ഷൂട്ടേഴ്സ് ആണ് ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. കാരണം ഒരുപാട് പ്രൊഫഷണൽസ്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പ്രൊഫഷണൽസ് നിക്കോണിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന വിലയ്ക്ക്, ഇപ്പോൾ അടുത്തൊരു ക്യാമറ ആണെങ്കിൽ നിക്കോണിൻ്റെ Z5 Mark II എന്ന് പറഞ്ഞ ക്യാമറ, നിങ്ങൾ A7 IV കൊടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കാശ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ എമൗണ്ട് കൊടുത്തതിന് നിങ്ങൾക്ക് അതിനേക്കാളും നല്ല ഫീച്ചേഴ്സുള്ള ഒരു ക്യാമറയാണ് ഈ Z5 Mark II എന്ന് പറഞ്ഞത്. വളരെ നല്ല ബോഡി എർഗണോമിക്സ്, പിന്നെ നിക്കോണിൻ്റെ കാര്യത്തിൽ പറയേണ്ട ഒരു കാര്യമില്ല. ഈ ലൂമിക്സിനും നിക്കോണിനും ഫ്യൂജിക്കൊക്കെ ആകെയുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനൺ സോണി ഒക്കെ പോലെ നമുക്ക് ഒരുപാട് ലെൻസസ് അവൈലബിൾ അല്ല തേർഡ് പാർട്ടി. ഇപ്പോൾ സോണി ആണെന്നുണ്ടെങ്കിൽ സിഗ്മയുടെ ലെൻസുകൾ അവൈലബിൾ ആണ്, സാംയാങ്, ടാമറോൺ, സോണി G മാസ്റ്റർ, സോണി G സീരീസ് അങ്ങനെ അവൈലബിൾ ആണ്. ക്യാനൺ ആണെങ്കിൽ ഇപ്പോൾ RF-ലാണെങ്കിൽ കൂടി നമുക്ക് അഡാപ്റ്റർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പഴയ EF ലെൻസുകൾ ഉപയോഗിക്കാം. പിന്നെ RF-ൽ തന്നെ പല ഗ്രേഡിലുള്ള STM ലെൻസുകൾ, അങ്ങനെയുള്ള USM ലെൻസുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് മാത്രമാണ് ഈ നിക്കോൺ അല്ലാന്നുണ്ടെങ്കിൽ ലൂമിക്സ് അങ്ങനെയുള്ള ബ്രാൻഡുകൾക്കുള്ളൂ. പക്ഷെ എന്നാൽ കൂടി ലൂമിക്സും ഇപ്പോൾ അത്യാവശ്യം സിഗ്മ അങ്ങനെയുള്ളവരായിട്ട് ലേക്കയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈപ്പൊക്കെ ചെയ്ത് ഒരുപാട് ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ക്രിയേറ്ററായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഫീച്ചേഴ്സ്, നിങ്ങളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് ഒരിക്കലും പിന്നെ തിരിഞ്ഞു പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 35mm സെൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫുൾ 35mm സെൻസറിൽ ഷൂട്ട് ചെയ്യുന്നതും ഒരു ചെറിയൊരു 16:9 ക്രോപ്പിൽ ഷൂട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ 3:2 ഫുൾ ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ക്രോപ്പ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആസ്പെക്ട് റേഷ്യോയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് സ്പേസ് കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഫ്യൂജി ഫിലിമിൻ്റെ XM5 എന്ന് പറഞ്ഞ ക്യാമറ ഏകദേശം 3200 ദിർഹംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ എനിക്ക് വേണമെങ്കിൽ 80,000 രൂപയുള്ള ക്യാമറയാണ്. ഈ ക്യാമറയിൽ നമുക്ക് 6.2 ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഫീച്ചർ നമുക്ക് ഷൂട്ട് ചെയ്യാം. 128 GB മെമ്മറി കാർഡ്, സാൻഡിസ്കിൻ്റെയൊക്കെ സാധാ UHS-2 മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാം. ക്യാമറ ഓവർ ഹീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷേ എന്നാൽ കൂടി എത്ര തവണ നമ്മൾ 20 മിനിറ്റ്സും അല്ലെങ്കിൽ 1 hour ഡയറക്റ്റ് ഷൂട്ട് ചെയ്യും? ഇങ്ങനെയുള്ള ചെറിയ ക്യാമറകൾ എന്തായാലും നമ്മൾ പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല.
പക്ഷെ എന്നാൽ കൂടി ഇത്രയും ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ളത് വളരെ തുച്ഛമായ വിലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പ്രൊഫഷണൽസിന് 80,000 അല്ലെങ്കിൽ 1,00,000 എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. അവർക്ക് 2 വർക്ക് എടുത്താൽ കിട്ടാവുന്ന കാശുള്ളൂ. സോ ഇത്രയും തുച്ഛമായ വിലയ്ക്ക് ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഒരു ക്യാമറയിൽ തരുമ്പോൾ എന്തുകൊണ്ട് നമ്മളാരും അങ്ങനെ ചൂസ് ചെയ്യുന്നില്ല? നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു വലിയ നെയിമുകൾ അല്ലെങ്കിൽ വലിയ ബ്രാൻഡുകളുടെ നെയിമിൻ്റെ പുറകെ പോകുന്നതിൻ്റെ എന്താണ് കാര്യമുള്ളത്? സോ എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഫീൽഡിലുള്ള കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞ മേഖലയിൽ മീഡിയ ഫീൽഡിലുള്ള എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ ഒരൊറ്റ ബ്രാൻഡിൽ മാത്രം നിൽക്കാതിരിക്കുക. നിങ്ങൾക്കൊരു സോണി ക്യാമറ ഉണ്ടെങ്കിൽ സോണി തന്നെ നിങ്ങൾക്കൊരു ബി ക്യാമറ ആയിട്ട് വേണമെന്നില്ല. എന്നെപ്പോലെ നിങ്ങൾക്ക് ക്യാനണോ അല്ലെങ്കിൽ ഫ്യൂജിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാമറ എടുക്കാം. ഒബ്വിയസ്ലി നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ, കൊടുക്കുന്ന ക്യാഷിനുള്ള വാല്യൂ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം മുന്നേ വരെ നമ്മൾ 1080p ഫുൾ HD മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും 4K ഷൂട്ട് ചെയ്യുന്നത്. ഇനി നാളെ എല്ലാവരും 6K ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ 8K ഷൂട്ട് ചെയ്യും. ഇപ്പോൾ അടുത്ത അവരുടെ പിക്സിസ് എന്ന് പറഞ്ഞൊരു 6K എന്ന് പറഞ്ഞൊരു ക്യാമറ ഇറക്കിയിരുന്നു. ഇപ്പോൾ അവർ പിക്സിസ് 12K ഇറക്കി കഴിഞ്ഞു. ഓൾറെഡി അവർക്ക് ഉർസ എന്ന് പറഞ്ഞിട്ട് 12K ക്യാമറ ഉണ്ട്. സോ ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ ഫോണിലാണെങ്കിൽ കൂടി 8K 2K 4K ആൾക്കാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. സോ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതൊരു വെറൈറ്റി വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറയുന്നൊരു വീഡിയോ അല്ല. പക്ഷേ നിങ്ങളിനി വാങ്ങാൻ പോകുന്ന പ്രൊഡക്ട്സിനെ പറ്റി നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ തിരിച്ച് തരുന്നുണ്ടെന്ന് ആലോചിച്ചിട്ട് മാത്രം ആ ബ്രാൻഡിനെ ചൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു ഫാൻ ബോയ് എന്ന നിലയ്ക്ക് നിങ്ങൾ ആ ബ്രാൻഡിനെ ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് ബ്രാൻഡുകൾ, നാട്ടിലുള്ള ഒരുപാട് കമ്പനികൾ, എനിക്കറിയില്ല എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് സെമിനാർസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബൂട്ട് ക്യാമ്പ്സ്, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് റെൻ്റൽ ചെയ്യാമല്ലോ ക്യാമറകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും പുതിയ ക്യാമറകളെ പറ്റി എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നോക്കുക. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്യാമറേനെ പറ്റിയോ എന്തെങ്കിലും ഒരു പുതിയൊരു ക്യാമറയുടെ ഫീച്ചേഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് DM ചെയ്താലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പുതിയ സോണിയുടെ ക്യാമറ എടുക്കാൻ നിൽക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം സോണി പുതിയ 2 ക്യാമറകൾ റിലീസ് ചെയ്യുന്നുണ്ട്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. 2 ക്യാമറകൾ ഉടനെ റിലീസ് ചെയ്യും. ആ റിലീസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ക്യാമറകൾ ചൂസ് ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.